എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. നമ്മൾ ഇത്തവണത്തെ ശിവരാത്രി ആഘോഷത്തിന് വന്നിരിക്കുന്നത് തേർഡ് ക്യാമ്പ് മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പം വൈകുന്നേരം ഒരു 6:30 ആയല്ലോ ഇനി സമയമായി. പിന്നെ ഇപ്പം കണ്ടതുണ്ടല്ലോ തേർഡ് ക്യാമ്പിലെ സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ ബോഗൺവില്ല പൂത്ത് കിടക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണ് അത് കാണാൻ. പിന്നെ ഈ തേർഡ് ക്യാമ്പിലെ മഹാദേവ ക്ഷേത്രം ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമതിലൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് കെട്ടിയതാണ്. പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ. വലിയൊരു ആൽമരമാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് റോഡ് സൈഡിലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല. താലമൊക്കെ വരുന്നതേ ഉള്ളൂ. ഘോഷയാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും പാറമേൽക്കാവിലേക്ക് പോയേക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തത്. അപ്പം നമ്മൾ വന്നപ്പോഴേ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാത്രക്കടയിലോട്ട് പോയി. എന്താ വെച്ചാൽ തിരക്കാകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ വണ്ടി വെച്ചിട്ട് വണ്ടി 1 കിലോമീറ്റർ അപ്പുറം കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കാവും. ഇതാ കേട്ടോ സ്കൂളിന്റെ ടർഫാ. ഏത് സ്കൂളിന്റെ ടർഫ് ആണോ? ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ട് അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. സ്കൂളിന്റെ തേർഡ് ക്യാമ്പ് സ്കൂളിന്റെ. ഈ തേർഡ് ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇനി ഒരേ സൈഡിൽ തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലമുണ്ട്. എല്ലാം ഒരേ അടുത്തടുത്ത് തന്നെ. ഇത് എല്ലാം ഒരേ ലൈനിൽ തന്നെ. ഇതാ തേർഡ് ക്യാമ്പിലെ പള്ളി. പള്ളിയുടെ നേരെ അപ്പുറത്ത് കാണുന്നതാണ് മോസ്ക്. അതിൻ്റെ നേരെ അപ്പുറത്ത് അമ്പലം. ഇതെല്ലാം ഒരേ സൈഡിൽ തന്നെ. നല്ല ഭംഗി. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് പണിത പുതിയത് കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഉദ്ഘാടനം മോസ്കിന്റെ. നല്ല ഭംഗിയത് കാണാൻ അല്ലേ? അമ്പലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ഇപ്പൊ കുറവാ, കുറച്ച് കഴിയും. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും തിരക്കാണ്. ഏതായാലും വെച്ചാൽ എല്ലാവരും ഘോഷയാത്ര തുടങ്ങുന്നത് പാറമേൽക്കാവിൽ നിന്നാണ്. അപ്പം പകുതി ആൾക്കാരും അവിടെ ആയിരിക്കും. അവിടുന്ന് ഘോഷയാത്ര വന്നു കഴിയുമ്പോഴാണ് ഭയങ്കര തിരക്കാവുന്നത്. ഇതാണ് പാറമേൽക്കാവ് ക്ഷേത്രം. പാറമേൽക്കാവ്. പക്ഷെ ഇത് വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഘോഷയാത്ര അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വരുമ്പോഴേക്കും 2-3 മണിക്കൂർ എടുക്കും. ഇത് മറ്റേ ഡാൻസ് കളിക്കാനുള്ളതല്ലേ? അത് എല്ലാം ഘോഷയാത്രയ്ക്കുള്ള ആൾക്കാരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെയാണ്. നിങ്ങളത് മേളിൽ കൂടെ പോയി എടുത്തോണ്ട് വന്നല്ലേ? അതെ, എയർ ഡിസ്റ്റൻസ് കുറവാ. അതെ, അല്ലെങ്കിലും ദൂരം കൂടുതലില്ലല്ലോ. അവരെല്ലാം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അവിടെ നിന്ന്. ഇതിനായിരുന്നു കാവടി. എല്ലാ തവണയും വലിയ പ്ലോട്ടുകളൊക്കെ ഉള്ളതാണ്. ഇത്തവണ അതില്ലായിരുന്നു. അതിന് ഉത്സവം അല്ലല്ലോ, ശിവരാത്രി. ഉത്സവം അല്ലേ ഇവിടുത്തെ ഏറ്റവും. പാറമേക്കാവിലെ ഉത്സവമൊക്കെ അത് ഭയങ്കര. പാറമേക്കാവിലെ ഉത്സവത്തിന് തേർഡ് ക്യാമ്പിൽ നിന്ന് പാറമേക്കാവിലേക്കാണ് ഘോഷയാത്ര വരുന്നത്. അമ്മ നാളത്തെ ഉത്സവത്തിന് താലപ്പൊലി എടുക്കുന്നില്ലേ? നാളെ എടുക്കണം. ശിവരാത്രിയുടെ ഇന്നത്തെ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഘോഷയാത്രയൊക്കെ തുടങ്ങി കേട്ടോ. ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുന്നു. വഴി ഇച്ചിരി മോശമല്ലേ? അതുകൊണ്ട് ചെറിയൊരു താമസം വന്നവിടെ. ഈ ഘോഷയാത്രയ്ക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. നല്ല ആളാ, കുറേ ദൂരേന്ന് തൊട്ടുണ്ട്. ഇനി എനിക്ക് എന്നാന്നറിയാം, ഈ സന്ധ്യ ആകുമ്പോൾ ഉള്ള ഈ ഘോഷയാത്ര കാണാൻ നല്ല ഭംഗിയല്ലേ? വിളക്കും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് നാട്ടിലോട്ടെന്ന് പറഞ്ഞാൽ രാവിലെയായിരുന്നു ഘോഷയാത്ര. രാത്രിയിലായിരുന്നു. നല്ല ചൂടുമില്ല, നല്ല സുഖമാണ്, കാണാനും നല്ല രസമാണ്. ഇഷ്ടം പോലെ താലമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏത് അമ്പലത്തിലെ ഉത്സവത്തിനാണെങ്കിലും ഘോഷയാത്രയ്ക്ക് ഇഷ്ടം പോലെ. ഇതാ തേർഡ് ക്യാമ്പ് പാലമാണേ. തേർഡ് ക്യാമ്പ് സിറ്റിയിലേക്ക് കയറി വരുന്ന പാലമാണ്. പഴയ പാലമാ. പാലത്തിൽ കൂടെയൊക്കെ കൊറേ വെള്ളം കയറി ഒഴുകത്തില്ലേ? വലിയ മഴയൊക്കെ വരുമ്പോ തിരക്ക് കൂടാൻ തുടങ്ങി. അവിടം വരെ ബ്ലോക്ക് ആയി വണ്ടി. ഇതാണ് തേർഡ് ക്യാമ്പ് സിറ്റി. തിരക്കായി തുടങ്ങി. ആയി വരുന്നതേ ഉള്ളൂ. അവിടുന്ന് കേറാൻ അവിടെ നിൽക്കുക. ഈ ഉത്സവത്തിന്റെ ഒക്കെ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വോയിസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും.
പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വോയിസ് കൊടുത്തിടാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഉത്സവത്തിൻ്റെ അതേ ഫീലോടെ ഇടണമെന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ തന്നെ ഇട്ടാലേ കിട്ടുള്ളൂ അല്ലേ? നമ്മൾ കൂട്ടാർ ഉത്സവത്തിന്, അതായത് നാളെ കഴിഞ്ഞത്തെ വീഡിയോയിൽ ശ്രമിക്കുന്നതായിരിക്കും. അതെ. ഈ കാവടിയൊക്കെ കാണാൻ എന്നാ ഭംഗിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാവടി കാണുന്നത്, പിന്നെ ഉത്സവം കൂടുന്നത്. ഇതൊക്കെ എന്നൊന്നും അറിയത്തില്ല, ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സ്പ്രിംഗ് ആണോ ഇവരുടെ അത് സ്പ്രിങ്ങാ. കൊള്ളാം, നല്ല രസമുണ്ട്. അതെ, ഉണ്ട്, അത്രയും താളമുണ്ട് കേട്ടോ. തീ കത്തി നിൽക്കുന്നു. ഓരോ ജംഗ്ഷനിലും പിന്നെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് കുറേ നേരം നിൽക്കുവേ. കാവടിയൊക്കെ കുറേ നേരം അവിടെ തുള്ളി കളിച്ചൊക്കെ വരുവുള്ളൂ. അപ്പം കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് പതുക്കെ പോവുള്ളൂ. നല്ല രസമുണ്ടല്ലേ? അതെ, എല്ലാവരും നിൽക്കുന്നതാണല്ലേ. നിറയെ പൂക്കളുള്ള മരങ്ങളൊക്കെ നടന്നു പോകുന്നല്ലേ ഉണ്ടല്ലോ കുഞ്ഞി. കാവടിയോ? കാവടി. അത് കാവടി അവിടെ നിൽക്കുന്നോണ്ടാ ഇവിടെ പോയി നിൽക്കുന്ന ആൾക്കാർ. അതെ കണ്ടോ? അതെ, എന്ന രസമല്ലേ? ചെടി നടന്നു പോകുന്നു. ഞങ്ങളവിടെ ട്രാഫിക്കിന്റെ ഇടയിൽ നിന്നപ്പോഴേ പച്ചക്കറിയാവുന്ന ഒരു ലോറിക്കാരനായിരുന്നു വന്നേ. അപ്പൊ ഞങ്ങൾ ആ ലോറിയിൽ കയറിപ്പോയി. ഞാൻ അങ്ങ് നടന്നു പോയപ്പോ ഉണ്ടല്ലോ, സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം പരിചയമുള്ള 2-3 മുഖങ്ങളെ ലോറിയിലിരിക്കുന്നു. എന്നാ തിരക്കായിരുന്നല്ലേ? അതെ, നമുക്ക് വേണ്ടി വഴിയൊക്കെ ഒരുക്കി തരുമായിരുന്നു. ലോറി കടന്നു പോകാനാ? അങ്ങനെ നമ്മുടെ ഘോഷയാത്ര തേറ്റ് ക്യാമ്പ് അമ്പലത്തിലേക്ക് വന്ന് കയറാൻ പോവുകയാണേ. തേറ്റ് ക്യാമ്പ് അപ്പുറത്തെ സിറ്റി പോയി കറങ്ങി വന്നാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അമ്പലത്തിന്റെ മുന്നിലെത്തി. അതെ, മുമ്പേ നമ്മൾ കണ്ട അമ്പലത്തിന്റെ മുറ്റം പോലെയാണോ ഇപ്പോ? അല്ലല്ല, നല്ല രസമല്ലേ? അതെ, സന്ധ്യ ആകുമ്പോഴേക്കും ലൈറ്റുകളും എല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ എന്ത് ഭംഗിയല്ലേ? കുറെ കടകളുണ്ട്, പക്ഷെ കഴിഞ്ഞ തവണത്തെ അത്ര കടകളില്ല. ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാട്ടോ നമ്മുടെ തേറ്റ് ക്യാമ്പ് മഹാദേവ ക്ഷേത്രം. നല്ലപോലെ അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഉത്സവം ആകുമ്പോഴേക്കും അമ്പലം എല്ലാം നല്ല അലങ്കരിച്ച്. ഈ ഉത്സവ സീസൺ എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒരു പ്രത്യേക ഫീലാ അല്ലേ? ഒരു പോസിറ്റീവ് വൈബ്. അതെ, എല്ലായിടവും നല്ല കളർഫുൾ ആയിരിക്കും. എന്നാ പറയുന്നത്, ആൾക്കാരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങനെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മുടെ താലപ്പൊലി ഘോഷയാത്ര വന്ന് അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ആ കയറിപ്പോകുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയായിട്ടോ. കുറേ അമ്പലത്തിലോട്ടുള്ള സ്റ്റെപ്പ്, ദീപങ്ങൾ മാത്രം ഇങ്ങനെ കയറിപ്പോകുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് കാണാൻ നല്ല രസമല്ലേ കുഞ്ഞി? ഏതെല്ലാം മറ്റേ കാർട്ടൂണിനകത്ത് എല്ലാത്തിൻ്റെയും ഉണ്ടല്ലോ ഇതിപ്പം. അവൻ വാങ്ങിച്ചതാ, അതാണ് 5-6 അല്ലേ? അവൻ വാങ്ങിച്ച് കൈ പിടിച്ചിരിക്കുന്നതാ. അതാ തൊടുമ്പോ അവൻ കിടന്ന് കാറുവേ. പിന്നെ അത് ഘോഷയാത്ര വന്നു കഴിഞ്ഞിട്ട് പിള്ളേരുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗാനമേള കൂടാനൊന്നും നിന്നില്ല. കാണത്തില്ലായിരുന്നു. എത്ര പേരായിരുന്നു! ഇതല്ലേ ഇതിന്റെ പുറകോട്ടുണ്ടായിരുന്ന ആള്. അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നല്ലേ? നല്ല പരിപാടിയായിരുന്നു. അതെ, രാത്രി ഫുള്ള് ഉറക്കളച്ചിരിക്കേണ്ടതാണ് ശിവരാത്രിക്ക്. പക്ഷേ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോകുന്നു. അല്ല, അപ്പൊ 12 മണിയായിട്ടല്ലേ കിടക്കുന്നുള്ളൂ. അതെ, എന്നും നമ്മള് 12 ആകുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മുടെ ശിവരാത്രി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.